ഓരോ സ്മാർട്ട് ഫോൺ ബ്രാൻഡിനും അവരുടേതായ ഒരു പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റ് ഉണ്ട്. ഇപ്പൊ ആപ്പിളിന്റെ എടുക്കുകയാണെങ്കിൽ നോർമൽ ഐഫോൺസ് അല്ല, പ്രോ അല്ലെ പ്രോ മാക്സ് സീരീസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ സാംസങ്ങിന്റെ എടുക്കുകയാണെങ്കിൽ എസ് സീരീസ്, S23 അൾട്ര, S23 പ്ലസ്, അങ്ങനെ ഓരോ ഫോൺ ഉണ്ട്. ഇപ്പോൾ ഓപ്പോയുടെ എടുക്കുകയാണെങ്കിൽ റെനോ ഉണ്ട്, വിവോയ്ക്കാണ് എക്സ് സീരീസ് ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള X100 കാര്യങ്ങളെല്ലാം വമ്പൻ ഫോണും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റ് ആണ് എഫ് സീരീസ്. ഇപ്പൊ പോക്കോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫോണാണ് പോക്കോ F1. ഇന്നത്തെ പല ഗെയിമിംഗ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ആദ്യത്തെ ഫോണാണ് പോക്കോ F1. അവരുടെ പോക്കോ F1 ലോഞ്ച് ചെയ്തിട്ട് ഇപ്പൊ കുറെ നാളായി. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള പോക്കോ F6 ഇന്ത്യയിലോട്ട് വരാൻ പോവാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഉള്ള പ്രൈസിങ്ങിന് വാല്യൂ ഫോർ മണി ഫോൺ ആയിരിക്കും. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യു ആർ വാച്ചിങ് ഡെറിക് ടെക്. പോക്കോ F6ന്റെ ഒരു റിലീസ് ഡേറ്റും കാര്യങ്ങൾ അല്ലെങ്കിൽ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. എന്തായാലും ഇന്ത്യയിലോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ നമുക്ക് റൂമേഴ്സ് അനുസരിച്ച് കിട്ടിയിരിക്കുന്ന സ്പെസിഫിക്കേഷനും കാര്യങ്ങളിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പോക്കോ F6ന്റെ ഡിസ്പ്ലേ സൈഡിലോട്ട് വരുവാണെങ്കിൽ 6.6 ഇഞ്ചിന് ഒരു 1.5K റെസൊല്യൂഷനുള്ള 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു AMOLED സ്ക്രീൻ ആയിരിക്കും. 5 വോൾട്ട് ക്യാമറ ഒക്കെ ആയിരിക്കും വരുന്നത്. ഡിസ്പ്ലേ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നീറ്റ് ആണ്. ആ ഒരു പ്രൈസ്, ഇതിന് വരുന്ന പ്രൈസ് ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല. ആ ഒരു വരുന്ന പ്രൈസിന് എന്തായാലും വാല്യൂ ഫോർ മണി ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ആണ്. ഇനി ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലോട്ട് തന്നെ, എഫ് സീരീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർഫോമൻസ് സൈഡ് പീക്ക് ആയിരിക്കും. പോക്കോയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇടുന്ന സ്മാർട്ട് ഫോൺസ് ആണ് എക്സ് സീരീസും അതുപോലെ തന്നെ എഫ് സീരീസും. അപ്പോൾ പോക്കോ F6ന്റെ പ്രൊസസർ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 എന്ന് പറഞ്ഞൊരു പ്രൊസസറാണ്. അതായത് 8 Gen 3യുടെ അത്രയും വരത്തില്ല, എന്നാൽ 8 Gen 2വിനെക്കാട്ടും മുകളിലാണ്. ഇത് ഇവരുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസറാണ് സ്നാപ്ഡ്രാഗൺ 8s Gen 3. പോക്കോ F6 5G സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അതുപോലെ തന്നെ Android 14 ബേസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർ OS ആയിരിക്കും ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡ്. പോക്കോയുടെ എഫ് സീരീസ് ക്യാമറയും അത്ര തരക്കേടില്ലാത്ത സംഭവം തന്നെയാണ്. ഇപ്പം ഇതിന്റെ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളോട്ട് വരുവാണെങ്കിൽ ബാക്ക് ക്യാമറയിൽ 50 MB ഒരു സോണിയുടെ സെൻസർ ആയിരിക്കും വരുന്നത്. അതാണ് പ്രൈമറി ക്യാമറ. അതുപോലെ തന്നെ 8 MB തന്നെ ഒരു സോണിയുടെ സെൻസർ തന്നെ വരുന്ന ഒരു അൾട്രാ വൈഡ് ക്യാമറയും കാണും. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് വരുവാണെങ്കിൽ 20 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ വരും എന്നാണ് ഇപ്പോൾ റൂമേഴ്സ് അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത്. 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു ഫോണിൽ 5500 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആയിരിക്കും. ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന റെഡ്മി ടർബോ 3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വേർഷൻ ആയിരിക്കും ഇന്ത്യയിലോട്ട് വരിക. പോക്കോ പൊതുവെ അവതരിപ്പിക്കുന്ന ഫോണുകളെല്ലാം റെഡ്മി എന്ന് പറഞ്ഞതിന്റെ ഒരു റീബ്രാൻഡഡ് വേർഷനാണ്. അപ്പം നമ്മളെ പ്രൈസും കാര്യങ്ങളും ഒന്നും ഇതുവരെ റിവീൽ ആയിട്ടില്ല. നമ്മുടെ ഒരു ഗസ് അനുസരിച്ച് എന്തായാലും ഈ ഒരു ഫോൺ ഒരു 40,000 രൂപ റേഞ്ചിലായിരിക്കും വരുന്നത്. 40,000 രൂപയ്ക്ക് താഴെ പ്രതീക്ഷിക്കാം. 40,000 രൂപയ്ക്ക് താഴെ വരുവാണെങ്കിൽ അടിപൊളി ഫോണും കാര്യങ്ങളെല്ലാം നിലവിൽ നമുക്ക് കിട്ടിയ റൂമേഴ്സ് അനുസരിച്ച് വരുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ ബൈ. ഒരു മിനിറ്റ്, ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇപ്പോൾ വെറും 4 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 600 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു ഗെയിമിംഗ് ചാനലുണ്ട്. നിലവിൽ ഫ്രീ ഫയർ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബാക്കി ഗെയിംസ് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊന്ന് സബ് ചെയ്യുക. റോഡ് ടു 3K സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം. അപ്പം ശരിക്കും ടാറ്റ.